അല്പസമയം ദൈവവചനം ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ യേശു നമുക്ക് ചെയ്തത് ഒക്കെ നമ്മൾ ചിന്തിക്കുക. ദൈവം നമുക്ക് ചെയ്ത നന്മകളെ നമ്മൾ എണ്ണിയാലും പറഞ്ഞാലും ഒന്നും തീരത്തില്ല. അപ്പം ദൈവത്തിന്റെ വചനം നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. ദൈവവചനത്തിനകത്ത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള പ്രതീക്ഷ ഇതാണ്: ദ ഹോപ്പ് ദാറ്റ് ഗോഡ് ഹാസ് ഇൻ us. ഹല്ലേലൂയ. നമുക്ക് നിത്യജീവൻ നൽകി നമ്മളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന വചനം പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ മുഴുബലത്തോടെയും മുഴുശക്തിയോടെയും ആത്മാവിനോടെയും നമ്മുടെ കർത്താവിനെ സേവിക്കാൻ. അതാണ് ആദ്യത്തെ കൽപ്പന. ആകെ 2 കൽപ്പനയുള്ളൂ പുതിയ നിയമത്തിനകത്ത്. ആ 2 കൽപ്പനയ്ക്കകത്ത് എല്ലാ കൽപ്പനകളും കിടപ്പുണ്ട്. ഒന്ന്, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ സേവിക്കുക, സ്നേഹിക്കുക. രണ്ടാമത്തെ ഒരു വലിയ മഹാകൽപ്പനയാണ് നിങ്ങളുടെ അയൽവക്കക്കാരനെ നിങ്ങളെ പോലെ സ്നേഹിക്കുക. അയൽവക്കക്കാരനെ നമ്മളെ പോലെ സ്നേഹിക്കുമ്പം കൊല്ലത്തില്ല, മോഷ്ടിക്കത്തില്ല, പള്ളു പറയത്തില്ല, അല്ലേ? അപ്പം ആ പഴയ നിയമത്തിന്റെ സകല കൽപ്പനകളും ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ യഹോവയായ ദൈവത്തെ നിങ്ങൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും അല്ലെങ്കിൽ മുഴുമനത്തോടും നിങ്ങൾ ആരാധിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ പിന്നെ സത്യ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറൊരു ദൈവങ്ങളെ ആരാധിക്കത്തില്ല, വിഗ്രഹങ്ങളെ സേവിക്കത്തില്ല, മനുഷ്യ കയ്യാൽ ഉണ്ടാക്കിയതിനെ ഒന്നും ആരാധിക്കത്തില്ല. കണ്ട, ഈ 2 കൽപ്പനകൾക്കകത്ത് സകലതും കിടപ്പുണ്ട്. അപ്പൊ മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിന്റെ വായും കൊണ്ട് തന്നെ യേശു പറഞ്ഞ ഒന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 22, 37, 38. അല്ല, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. കണ്ട, ഇതാകുന്നു വലുതും ഒന്നാമതും ആയ കൽപ്പന. അപ്പൊ അത് ഏറ്റവും വലുതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? എൻ്റെ ദൈവത്തിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, ഹല്ലേലൂയ, ഞാൻ സേവിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. വേറെ ഒന്നും യേശുവിന്റെ സ്ഥാനത്ത് കയറി നിൽക്കല്ലേ. ദൈവം കഴിഞ്ഞ്, കർത്താവ് യേശു കഴിഞ്ഞിട്ടേ ആകാവൂ ഈ ഭൂമിയിൽ എന്തിനും പ്രിഫറൻസ്. എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിനകത്ത് യേശുവിന് മുൻസ്ഥാനം കൊടുത്തിട്ടേ അതിന് ബാക്കി ഞാൻ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. എന്തൊരു കാര്യം ചെയ്താലും യേശുവിന് അത് ഇഷ്ടമാണോ, യേശു അത് അംഗീകരിക്കുമോ എന്നൊന്ന് ചോദിച്ചിട്ടേ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കത്തുള്ളൂ. എൻ്റെ ചില തീരുമാനങ്ങൾ യേശുവിന് അത് ഇഷ്ടമാണോ, ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരാളെ കാണാൻ പോകുന്നത്, ഒരിടത്ത് പോകുന്നത്, അതൊക്കെ യേശുവിന് ഇഷ്ടമാണോ, ഇത് അറിഞ്ഞിട്ടേ ഞാൻ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കത്തുള്ളൂ. എന്നിട്ട് അതാണ് ആദ്യത്തേതും ഏറ്റവും വലുതുമായ കൽപ്പന. പലപ്പോഴും നമ്മൾ ഓർക്കും ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും ഒക്കെ ആരാധിക്കുന്നത്. അത് മാത്രമല്ല, ആരാധനയ്ക്കകത്ത് മാത്രമല്ല, എല്ലാത്തിനകത്തും ഏതൊരു തീരുമാനവും എടുത്താല് ദൈവത്തിനെ മുന്നിൽ നിർത്തി, ഹല്ലേലൂയ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ ആയിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് 39-ാം വാക്യം. രണ്ടാമത്തെ കൽപ്പനയോ ഈക്വലി ഇമ്പോർട്ടന്റ്. എന്ന് പറഞ്ഞാൽ 2 കൽപ്പനകളും തുല്യ സ്ഥാനത്താണ് നിൽക്കുന്നത്. 2 കൽപ്പനകൾക്കും തുല്യ ഇമ്പോർട്ടൻസാ. എന്നാ ശരി, ആദ്യത്തെ കൽപ്പന ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് കഴിഞ്ഞ് അതിന്റെ പുറകെ രണ്ടാമത്തേതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വചനം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, രണ്ടാമത്തെ കൽപ്പനയും ഇതേപോലെ തന്നെ മുഴു ആത്മാവോടെയും ഹൃദയത്തോടെയും ശക്തിയോടെയും ഒക്കെ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ സേവിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം അതേ നിലവാരത്തിൽ തന്നെ അടുത്ത കൽപ്പന പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നീ എന്തുമാത്രം, അപ്പം ഭാര്യയെ സ്നേഹിക്കാനല്ല, ഭർത്താവിനെ കൂട്ടുകാരനെ. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് എല്ലാരും വരും. ഭാര്യ ആദ്യം കൂട്ടുകാരിയാ, അല്ലേ?
അല്ലയോ? ഭർത്താവ് ആദ്യം കൂട്ടുകാരനല്ലേ, ഇവിടെ കൂട്ടുകാരൻ എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ ഇവിടെ ശരിക്കും പറയുന്നത് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിന്റെ അയൽവക്കക്കാരനെ നിന്നെ പോലെ നീ സ്നേഹിക്കുക. നിന്റെ കൂട്ട്, ഈ ഭൂമി നിന്നോടൊപ്പം ഷെയർ ചെയ്ത് ജീവിക്കുന്ന വേറൊരു വ്യക്തി, അത് ആരുമാകാം. ഹല്യ, നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ. അതാ പത്രോസ് ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും എഴുതിയപ്പം ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ശരീരം പോലെ തന്നെ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. തന്റെ ശരീരം പോലെ തന്നെ, അല്ലെ, തന്നെ പോലെ തന്നെ. ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. എന്നിട്ട് 40-ാം വാക്യം, ദി എൻറ്റയർ, രണ്ട് കൽപ്പനകൾ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. The entire law and all the demands of the prophets are based on these two commandments. അപ്പൊ ഈ വചനം മൊത്തം നമ്മള് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ വായിച്ചാൽ ഈ രണ്ട് അടിസ്ഥാനത്തിന്റെ പുറത്താ സകല കൽപ്പനകളും സകല പ്രവചനങ്ങളും സകല പ്രാർത്ഥനകളും സകലതും ഇരിക്കുന്നത്. ഹാലലൂയ, സ്തോത്രം. ഈ വചനഭാഗം ഒന്ന് പഴയ നിയമത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു കഴിഞ്ഞ് അബ്രഹാം ലോത്തിനെയും പിടിച്ചോണ്ട് സാറയും പിടിച്ചോണ്ട് തന്റെ ഭാര്യയായ സാറയും തന്റെ അനന്തരവനായ ലോത്തിനെയും പിടിച്ചോണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് വചനം പറയുന്നു, അവർ രണ്ടുപേരും തുല്യന്മാരായി, അവർ രണ്ടുപേരും സമ്പന്നരായി. ഹല്ലേലൂയ. അവര് അബ്രഹാമും ധനവാനായി, ലോത്തും ധനവാനായി. അല്ലെ, എനിക്ക് തോന്നുന്നു ലോത്ത് ധനവാനായത് അബ്രഹാമിന്റെ കൂടെ ജീവിച്ചത് കൊണ്ട്, കൂടെ യാത്ര ചെയ്തത് കൊണ്ട്, അബ്രഹാമിന്റെ മേലുള്ള ആ വിളിയുടെ നന്മ കൊണ്ട് ലോത്തും ധനവാനായത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയുന്നു, ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 5 ഇങ്ങനെ പറയുന്നു, ലോട്ട് who was traveling with Abraham had also become very wealthy with flocks of sheep and goats, herds of cattle and many tents. എന്ന് വെച്ച് അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുവാൻ മതി. അവർ ലോത്തിന് ഇതിനും അർഹതയില്ലായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ കൂടെ നടന്നതുകൊണ്ട് എന്താ, അബ്രഹാം മുഴുബലത്തോടെ, മുഴുശക്തിയോടെ, മുഴു മനസ്സോടെ ദൈവത്തിനെ സേവിക്കുന്നതായിരുന്നു. നമ്മളെങ്ങും കാണുന്നില്ല ലോത്ത് കൂടാരം അടിച്ചു എന്ന്. ലോത്ത് സ്വദോം ഗൊമോറയിൽ പോയിട്ട് കൂടാരം അടിച്ചു എന്ന്, കൂടാരമല്ല, അൾത്താരെ അടിച്ചു എന്ന് പറയുന്നില്ല. അതേസമയം അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം എവിടൊക്കെ പോയോ അവിടൊക്കെ ദൈവത്തിനൊരു ആലയം പണിതു എന്ന് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് വായിക്കണം, നമുക്കതൊന്ന് വായിക്കാം. അപ്പം ലോത്ത് കൂടെ നടന്ന ലോത്തും ധനവാനായി. ലോത്ത് വന്നിട്ട് അത് കഴിഞ്ഞപ്പം ഇവരുടെ രണ്ടുപേരുടെയും വേലക്കാർ തമ്മിലൊക്കെ അടിയായപ്പം അബ്രഹാം പറഞ്ഞു, ശരി, ഇങ്ങനൊന്നും പോയാൽ നല്ലതല്ല, ഇങ്ങനൊന്നും പോയാൽ ശരിയാവത്തില്ല. നിന്റെ വേലക്കാരും എന്റെ വേലക്കാരും തമ്മില് അടിയുണ്ടാക്കുന്ന ഒന്നും ശരിയാവത്തില്ല. നാട്ടുകാർ പിന്നെ പറയും, കണ്ടോ ഇവരുടെ ദൈവം ഇവരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇവര് തമ്മിൽ ഭയങ്കര അടിയാണെന്ന് പറയും. അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് എല്ലാം നമുക്ക് വേർതിരിച്ച് എടുക്കാം. എന്നിട്ട് അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 13-8 തൊട്ട് വായിക്കുമ്പം അബ്രഹാം പറയുന്നുണ്ട്, അതിന്റെ താഴോട്ട് നമ്മൾ 9-ാം വാക്യം വരുമ്പം അബ്രഹാം പറയുക, നീ ദേശം മൊത്തം നീ നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ എടുത്തിട്ട് നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോവാം, നീ വലത്തോട്ട് പോവാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. 10-ാം വാക്യത്തിനകത്തൊരു വാക്ക് ശ്രദ്ധിക്കണം. വേഴ്സ് നമ്പർ 10, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം. ലോട്ട് took a long look at the fertile plains of the Jordan Valley in the direction of Zoar. അയച്ചേ. അപ്പോൾ ലോത്ത് തല ഉയർത്തി ചുറ്റിനും നോക്കി. യോർദാൻ നദികയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളത് കൊണ്ട് കണ്ട് യഹോവ സോദോമിനെയും. മതി അവിടെ നിർത്താം. അപ്പം ലോത്ത് എന്ത് ചെയ്തു? ശരിക്കും ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ദീർഘസമയം ആ നല്ല ഫലം കായ്ക്കുന്ന യോർദാൻ വാലിയെ, യോർദാന്റെ ആ ഭൂമിയെ ലോത്ത് തല ഉയർത്തി ദീർഘസമയം ഇങ്ങനെ നോക്കി, ഇങ്ങനെ കണ്ണുന്നുണ്ട്, ഇങ്ങനെ നോക്കി, ഒരു വശത്തുനിന്ന് വേറൊരു വശം വരെ നോക്കി, ആർത്തിയോടെ നോക്കി. ഹി വാസ് ഗ്രീഡി. അവനൊരു ഭയങ്കര കൊതിയനായിരുന്നു, അവന് ഭയങ്കര സമ്പത്ത് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു അവൻ. അവൻ കുറെ നേരം കണ്ട വചനം എഴുതാൻ, അത്രയും വരെ അവന്റെ തലയൊന്നും പൊക്കിയിട്ടില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ തല പൊക്കി അവൻ കുറേ നേരം അവൻ നോക്കി.
നോക്കിയിട്ട് അതിനകത്തെ കൊഴുത്ത ഭാഗം സൊദോം ഗൊമോറ സ്ഥലങ്ങളായിരുന്നു. അവൻ എന്ത് ചെയ്തു? ആ സ്ഥലം മൊത്തം അവൻ എടുത്തിട്ട്, ഏറ്റവും കൊഴുത്ത സ്ഥലം നോക്കി എടുത്തിട്ട് അവൻ അവിടെ ടെന്റ് അടിച്ചു. ടെന്റ് അടിച്ചിട്ട് ഹല്ലിയ അവന്റെ അവന്റെ അപ്പന്റെ സഹോദരനായ അബ്രഹാമിൽ നിന്ന്, അവന്റെ പേരപ്പെന്നോ ചിറ്റപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം, നിന്ന് അവൻ വേർതിരിച്ച് അവൻ വേറൊരു സ്ഥലത്തേക്ക് അവൻ പോയി പാർത്തു. ആ പ്രദേശത്തുണ്ടായിരുന്ന ഏറ്റവും കണ്ണിന് നോക്കുമ്പം ഏറ്റവും നല്ല സ്ഥലത്ത് അവൻ പോയി പാർത്തു. ഹല്ലിയ അവൻ അവിടെ താമസിച്ചപ്പം വചനം ഒരു കാര്യം പറയുന്നു. ഹല്ലിയ ഇത് ശ്രദ്ധിക്കണം. വചനം എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നു. 13-ാം വാക്യം പറയുന്നു, ആ ദേശത്തെ ജനങ്ങള് അവര് ദൈവ വിരോധികളായിരുന്നു, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, അവര് കൊള്ളാത്തവരായിരുന്നു, അവര് ദുഷ്ടത പിടിച്ചവരായിരുന്നു. ഹല്ലേലൂയ, അവര് അഴുക്ക ആൾക്കാരായിരുന്നു. സ്തോത്രം. എന്നിട്ട് 14-ാം വാക്യം തൊട്ട് പറയുന്നു, ലോത്ത് പോയി കഴിഞ്ഞപ്പം ദൈവം അബ്രഹാമിനോട് വന്ന് സംസാരിച്ചു. സ്തോത്രം. എന്നിട്ട് എന്ത് പറഞ്ഞു? അബ്രഹാമേ, നീ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടോട്ടും കിഴക്കോട്ടും വടക്കോട്ടും നീ മേളിലോട്ടും താഴോട്ടും എല്ലായിടത്തും നീ ഒന്ന് നോക്കിക്കേ. നീ നോക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോകുക. സ്തോത്രം. നീ പോയി ആ ദേശത്തൂടെ നടക്ക്. ഹല്ലേലൂയ. ദൈവം കണ്ടോ? ദൈവം ലോത്ത് പോകാൻ നോക്കിയിരുന്നു അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിനോട് സംസാരിക്കാൻ. ഇത് നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ വിശ്വാസികൾ പറയും, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കും, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയും. അയ്യോ ഒന്ന് കൊതിച്ചിരിക്കും. പക്ഷെ ഇതേ സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് അബ്രഹാമിന്റെ. ലോത്തിന് ഇതൊന്നും ഇല്ലായിരുന്നു. ലോത്ത് പോയി കഴിഞ്ഞ ലോത്ത് മുഴുബലത്തോടെയും മുഴുശക്തിയോടെയും മുഴുവാത്മാവോടെയും ദൈവത്തിനെ സേവിക്കുന്നതായി നമ്മൾ എങ്ങും കാണുന്നില്ല. ഹല്ലേലൂയ. ലോത്തിനെ കുറിച്ച് ആകെ എവിടെ പറയുന്നത്, നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തോ എന്ന് പറയുമ്പോൾ അന്നേരം ആ ലോത്തൊന്ന് തല പൊക്കിയത് തന്നെ. ഹല്ലേലൂയ. ചിലവരെ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും വീട്ടിനകത്ത് ഇങ്ങനെ കുത്തിയും വീർത്തും അതും ഇതും ഒക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവരതിനകത്ത് എല്ലാം അനുകൂലമാവും, പഴയതെല്ലാം മറക്കും, വഴക്കെല്ലാം തീർന്നു, അങ്ങ് യോജിക്കും അല്ലെ. ലോത്ത് അതേപോലെ ആയിരുന്നു. ലോത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. സ്തോത്രം. പക്ഷെ നമ്മൾ കാണുന്നു, അബ്രഹാമിനെ കുറിച്ച് കാണുന്നു, അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എടുത്തു, നിനക്കുള്ളതാ എന്ന് പറയുമ്പം അബ്രഹാം ഹെബ്രോണിൽ പോയി സ്ഥലം വീട് വെച്ചിട്ട് തമ്പടിച്ചിട്ട് ടെന്റ് അടിച്ചിട്ട് വചനം പറയുന്നു, he built another altar to the Lord. ഹല്ലേലൂയ. 18-ാം വാക്യം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ കരുവേലകങ്ങൾക്ക് സമീപം വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ യഹോവയ്ക്ക് വീണ്ടും ഒരു യാഗപീഠം പണിതെന്ന് വെച്ചാൽ അതിന് മുമ്പ് വരെയും പണിയുന്നുണ്ടായിരുന്നു, പലയിടത്തും പോയി പണി. ശരിക്കും മലയാളത്തിനകത്ത് അത് ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല. വചനം ഇങ്ങനെയാണ്, there he built another altar to the Lord. ഈ മമ്രയുടെ തോപ്പിലായ ഹെബ്രോണിൽ വന്നിട്ട് അബ്രഹാം വേറെ ഒരു അൽത്താരയും കൂടെ ദൈവത്തിന് സ്ഥാപിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജോലിയെ പോകുന്ന വഴികളിലൊക്കെ ഹല്ലേലൂയ ദൈവത്തിന് അൽത്താരയിട്ട് അൽത്താര വെച്ച് അല്ലെ. ഉൽപ്പത്തി പുസ്തകം 12-നകത്ത് നമ്മള് 8-ാം വാക്യത്തിനകത്ത് ഉണ്ട്, അബ്രഹാം അവിടെ ദൈവത്തിന് ഒരു ആലയം, ഒരു അൽത്താര ഉണ്ടാക്കി, അവിടെ ദൈവത്തിനെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ പോകുന്നിടത്തൊക്കെ അബ്രഹാം ദൈവത്തിനൊരു ആലയമല്ല, ദൈവത്തിന് ഒരു അവരെ ആ സമയത്ത് എവിടാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ 2 കല്ല് എടുത്ത് വെച്ച് ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഒരു വിറകും വെച്ച് ഒരു കിളിയോ എന്തിനെങ്കിലും വെച്ച് അതിനെ ദൈവത്തിന് യാഗമായി അർപ്പിച്ച് ദൈവത്തിന്റെ ആ പ്രസൻസ്, ആ സാന്നിധ്യം ഇറക്കി. അവരുടെ അന്ന് അങ്ങനെ അറിയത്തുള്ളൂ. പക്ഷേ മുഴു ബലത്തോടെ മുഴു ശക്തിയോടെ മുഴുവാത്മാവോടെ തന്റെ ദൈവത്തെ സ്നേഹിക്കുന്ന അബ്രഹാമിന് ഹല്ലിയ ദൈവമായിട്ടുള്ള ഒരു സംസാരം കഴിഞ്ഞപ്പോ അവിടെ ഒരു അൽത്താര പണിതു. ഞാൻ ദൈവത്തിനെ ഇവിടെ കണ്ടു, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ലോത്തിനെ നമ്മൾ നോക്കിയേ. ഹല്ലേലൂയ. അതിന്റെ 12, 13, അതിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ 13 വരെയും വായിക്കുമ്പോൾ നമ്മൾ എങ്ങും കാണുന്നില്ല ലോത്ത്
പോയി ആ സ്ഥലത്ത് ലോത്ത് പോയ സൊദോം ഗൊമോറ സ്ഥലത്ത് ലോത്ത് ഒരു അൽത്താര പണിതു എന്ന് നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. ലോത്ത് പോയ സ്ഥലമോ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുന്നു, അവര് ദുഷ്ടന്മാരും നീചന്മാരും കൊള്ളാത്തവരും ആയിരുന്നു എന്ന്. ഹല്ലേലൂയ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണുന്നു ലോത്തിനെ കുറെ രാജാക്കന്മാരുടെ ഒക്കെ യുദ്ധത്തിന്റെ ഇടയില് എന്ത് സംഭവിച്ചു? സൊദോം ഗൊമോറ പട്ടണം പിടിച്ച് ഈ എതിർ രാജാക്കന്മാര് അതിനെ യുദ്ധം ചെയ്തെടുത്തപ്പം ലോത്തിനെയും കുടുംബത്തിനെയും എല്ലാം എടുത്തോണ്ട് പോയി. സ്തോത്രം. ശരിക്കും പറഞ്ഞ അബ്രഹാമിന് ലോത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം അബ്രഹാം മിണ്ടാതിരിക്കേണ്ടതാ. എന്നുവെച്ചാൽ എല്ലാം എന്റെ കൂടെ ഇത്രയും നാൾ നടന്ന് ഞാൻ അവന് ആഹാരവും കൊടുത്ത് അവനെ വളർത്തിയെടുത്തി ഇത്രയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അവന് അവന്റെ പാട്ടിന് അവൻ പോയി എന്നൊക്കെ ആൾക്കാർ പറയും അല്ലേ? അങ്ങനെ പോയതാ. അവന് വേണമെങ്കിൽ അബ്രഹാമിനെ ബാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അബ്രഹാമിനെ ഒന്നിനും ഇടപെടാതെ നിൽക്കാം. പക്ഷെ നമ്മൾ കാണുന്നു ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തിനെയും അവിടുത്തെ രാജാക്കന്മാര് വന്ന് എല്ലാം കൊള്ള മുതൽ എടുത്തപ്പം അതിനോടൊപ്പം ലോത്തിനെ ഒക്കെ കൊള്ള മുതലായി എടുത്തോണ്ട് പോയപ്പം അബ്രഹാമിന് മിണ്ടാതിരിക്കാമായിരുന്നു. അബ്രഹാമിന് പറയാമായിരുന്നു, ഏതായാലും എന്റെ അടുത്തുനിന്ന് 2 വഴിയെ പോയതാ. സ്തോത്രം. പക്ഷേ അടുത്ത ഒരു കൽപ്പന കിടപ്പുണ്ട്, നിന്റെ അയൽവക്കക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാമിനെ കുറിച്ച് വചനം പറയുന്നു 14-ാം വാക്യം 14-ന്റെ 14 ഉൽപ്പത്തി പുസ്തകം 14-ന്റെ 14. അബ്രഹാമിന്റെ വീട്ടില് 318 വേലക്കാരുണ്ടായിരുന്നു. അവരെ യുദ്ധത്തിൽ പരിശീലിപ്പിച്ചവരായിരുന്നു. കണ്ടോ? അബ്രഹാം വളരെ ശ്രദ്ധയോടെ ഭാവിയെ കുറിച്ച് കരുതി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ 318 ചെറുപ്പക്കാരെ എന്തെങ്കിലും ഒരു യുദ്ധം വന്നാൽ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ അത്ര മിടുക്കനായിരുന്നു അബ്രഹാം. എന്ത് ചെയ്തു? ഇത്രയും പേരെയും കൊണ്ട് ഹല്ലേലൂയ യുദ്ധത്തിന് പോയിട്ട് തന്റെ അനന്തരവനായ ലോത്തിന്റെ കുടുംബത്തിനെയും എവിടുന്ന് കൊള്ളയെടുത്തോ ആ കൊള്ളയെടുത്തെടുത്തുന്ന് പിടിച്ചെടുത്തോണ്ട് ഇങ്ങി കൊണ്ടുവന്നു. സ്തോത്രം. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഓ അത്രയും ദൂരത്താ, ആരെ കൊണ്ട് കഴിയും, ഞാൻ എന്തിനാ ഇടപെടുന്നേ, ഞാൻ ഇടപെടാതിരിക്കുന്ന ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ ദേ കണ്ടോ അബ്രാമിന്റെ സ്വഭാവം കണ്ടോ? എന്നുവെച്ചാൽ അടുത്ത ഒരു കൽപ്പന കിടക്കുന്നു, തന്റെ അയൽവക്കക്കാരനെ തന്നെ പോലെ സ്നേഹിക്കാൻ. അബ്രഹാം ഇത്രയേ ചിന്തിച്ചു കാണത്തുള്ളൂ, അയ്യോ അവരൊക്കെ വന്ന് എന്റെ കുടുംബത്തിനെ തട്ടിയെടുത്തോണ്ട് പോയിരുന്നെങ്കിലോ ഞാൻ മിണ്ടാതിരിക്കുവോ? മിണ്ടാതിരിക്കത്തില്ല. ഞാൻ അതിനകത്ത് യുദ്ധം ചെയ്ത് എന്തെങ്കിലും ചെയ്തേനെ. അതേ സ്നേഹം കൊണ്ട് ലോത്തിന്റെ ജീവിതത്തിനകത്ത് ലോത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്ന ഒരു അബ്രാമിനെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. യുദ്ധത്തിൽ ജയിച്ച് മടങ്ങി വരുമ്പോ സ്തോത്രം, ഞാൻ പറയട്ടെ, ഇരട്ടിയോടെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം തന്റെ ദൈവത്തെ പൂർണ്ണ ബലത്തോടെയും പൂർണ്ണ ശക്തിയോടെയും സേവിച്ചാൽ ഫലമുണ്ട്. തന്റെ അയൽവക്കക്കാരനെ തന്നെക്കാട്ടിലും വലുതെന്ന് കരുതി സ്നേഹിച്ച് പെരുമാറിയാൽ ഫലമുണ്ട്. നമ്മൾ കാണുന്നു 14-ന്റെ 17 തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പം യുദ്ധത്തിൽ ജയാളിയായി മടങ്ങി വന്ന അബ്രഹാമിനെ മെൽക്കിസദേക്ക് രാജാവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ. മെൽക്കിസദേക്ക് രാജാവ് അനുഗ്രഹിക്കുക മാത്രമല്ല, സോദോം രാജാവ് ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ ഹല്ലേലൂയ, നീ എന്റെ ജനത്തിനെ മാത്രം നീ തിരിച്ചു തന്നാ മതി, ബാക്കി കൊള്ള മുതലെല്ലാം നീ അങ്ങ് കയ്യിൽ വെച്ചോ. കണ്ടോ? ഹല്ലേലൂയ. പക്ഷെ അബ്രഹാം പറയുക, എനിക്കതൊന്നും വേണ്ട. എന്നുവെച്ചാൽ എനിക്ക് നാളെ സാക്ഷ്യം പറയണം, ഒന്നുമില്ലാത്തടത്തുനിന്ന് എന്നെ ഇത്രത്തോളം ആക്കിയത് എന്റെ ദൈവമാണ്, എന്റെ കർത്താവാണ്. എനിക്ക് പറയണ്ട അവരും ഇവരും എന്നെ സഹായിച്ചിട്ടാ ഞാൻ ഇത്രത്തോളം ആയെന്ന്. ഹല്ലേലൂയ. എനിക്ക് വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്ന, ഞാൻ എല്ലാത്തിനേക്കാട്ടിലും ഉപരിയായി എന്റെ മുഴുബലത്തോടെയും എന്റെ മുഴു ശക്തിയോടെയും എന്റെ പൂർണ്ണ ആത്മാവോടെയും എന്റെ പൂർണ്ണ മനസ്സോടെയും ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് പറയണം. അല്ല ജനം എന്നെ അനുഗ്രഹിച്ചു, എന്റെ നാട്ടുകാർ
അയൽവക്കക്കാരെന്നെ സഹായിച്ചു, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്നിട്ടാ ഞാൻ ഇത്രയായെന്ന് എനിക്ക് പറയാൻ ഇടയാകില്ല. ഹാലലൂയ. എൻ്റെ ദൈവത്തിന്റെ നാമം ഉയർന്നു നിൽക്കണം. കണ്ടോ, എൻ്റെ ദൈവത്തിനെ ഞാൻ മുഴുവാത്മാവോടെയും മുഴുശക്തിയോടെയും സേവിക്കുമ്പം എൻ്റെ അകത്ത് കിടക്കുന്ന ആഗ്രഹം എൻ്റെ യേശുവിന്റെ നാമം വലുതാകണം. സ്തോത്രം. ഹാലിയ. തൻ്റെ അയൽവക്കക്കാരനെ തന്നെ എന്നുപോലെ സ്നേഹിച്ച് പിന്നാലെ പോയി തനിക്ക് ബുദ്ധിമുട്ട് വന്നാലും മരിക്കേണ്ടി വന്നാലും ഒരു വിഷയവുമില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുക. സ്തോത്രം. ഹാലിയ. അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡാണ് അബ്രഹാമിന് അനുഗ്രഹം കൊണ്ടുവന്നത്. ഹാലലൂയ. ഇന്ന് നമ്മളുടെയും ആറ്റിറ്റ്യൂഡ് ഒന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡും ഹാലിയ, എനിക്ക് ഇച്ചിരി ഞെരുക്കം വന്നാലും എൻ്റെ കൂട്ടു സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ജോലി സ്ഥലത്തുള്ളവര്, എൻ്റെ അയൽവക്കക്കാര്, എൻ്റെ സഭയിലുള്ളവര്, ഹാലിയ, ഇവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ കർത്താവിന് ഓടിച്ചിട്ട് അനുഗ്രഹിക്കാൻ പറ്റും. എന്താ യേശു പറഞ്ഞ ആ കൽപ്പന? യേശു പറഞ്ഞ കൽപ്പന ഹല്ലിയ, രണ്ടാമത്തെ ആദ്യത്തേതുപോലെ തന്നെ തുല്യ അവകാശമായി നിൽക്കുന്ന കൽപ്പനയാണ്, നിന്നെ പോലെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്ക്. എനിക്ക് തോന്നുന്നു അബ്രഹാമിന്റെ അകത്ത് ചിന്ത വന്നു കാണും, അയ്യോ എൻ്റെ സാറയും ഞങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിയെടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യും? അബ്രഹാമിന് അവിടെ മിണ്ടാതിരിക്കാമായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് ആരെങ്കിലോടുമൊക്കെ വിട്ടുകൊടുക്കാനുണ്ടോ? ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഹല്ലേലൂയ ആരെങ്കിലെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം ഒരു കയ്പ് ചിന്ത കയറി വരുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലെയൊക്കെ ചിന്തിക്കുമ്പം ഓർക്കുന്നുണ്ടോ, ഈ എന്നാലും അവരെന്നെ പറ്റിച്ചോണ്ട് പോയി? അബ്രഹാമിന് അങ്ങനെ ചിന്തിക്കാമായിരുന്നു. ഏറ്റവും കൊഴുത്ത സ്ഥലം നോക്കിയ ലോത്ത് തട്ടിയെടുത്തുകൊണ്ട് പോയത്. അബ്രഹാമിന് ചിന്തിക്കാമായിരുന്നു, എന്നാലും ഇവൻ ഈ പരിപാടി ചെയ്തല്ലോ എന്ന്. സ്തോത്രം. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിനകത്തൊക്കെ വേറൊരാളോട് ഒരു ഈർച്ച തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നാലും അവർ ഇത്രത്തോളം ചെയ്തല്ലോ എന്ന് ചിന്ത വരുന്നുണ്ടോ? ചിലപ്പം സാമ്പത്തികമായിട്ട് പറ്റിച്ച് കാണത്തില്ല, ചിലപ്പം വിശ്വാസക്കേട് കാണിച്ചു കാണും. എവിടെങ്കിലും ഹൃദയത്തിനകത്ത് എന്നാലും എന്ന് ഒരു ഭാഗം കിടപ്പുണ്ടോ? ഹല്ലിയ. ഇന്ന് വിട്ടുകൊടുത്ത് അവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യമോ അവർക്ക് എന്തെങ്കിലും ഒരു 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 നല്ല നന്മ വരുമ്പം അവരോടൊപ്പം സന്തോഷിക്കാൻ ആദ്യം നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അബ്രഹാം അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, അബ്രഹാമിന്റെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പം ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്നിട്ട് മെൽക്കിസദേക്കിലൂടെ ഒരു അനുഗ്രഹം അബ്രഹാമിന് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് കൊള്ള മുതല് പങ്കുവെക്കാൻ വിളിച്ച് അബ്രഹാം. ഹല്ലേലൂയ. എന്നാ വലിയ പദവിയാ. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് അബ്രഹാമിനോട് വന്നിട്ട് സ്തോത്രം വീണ്ടും ദൈവം ആദ്യം കൊടുത്ത വാഗ്ദത്തം അങ്ങോട്ട് പുതുക്കുന്നേ. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും കർത്താവിന്റെ ഈ കൽപ്പന എന്താണ്? നിന്റെ ദൈവത്തിനെ നീ മുഴു ശക്തിയോടും ബലത്തോടും ആത്മാവോടും സ്നേഹിക്ക്. 2, അതേപോലത്തെ കൽപ്പന, നിന്റെ അയൽവക്കക്കാരനെ നിന്നെ പോലെ എന്ന് നീ സ്നേഹിക്ക് എന്ന് നമുക്ക് ഞെരുക്കം വന്നാലും ചെയ്യാമെങ്കിൽ കർത്താവിനെ ഓടിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു വേറൊരു വ്യക്തിയോട് നമ്മളൊരു ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനോടാണ് നമ്മൾക്ക് ദേഷ്യം തോന്നുന്നത്. സ്തോത്രം. നാം വേറൊരു നമ്മുടെ സഭയിൽ വരുന്നോ, കൂട്ടജോലി ചെയ്യുന്നോ, അല്ലെങ്കിൽ നമ്മള് വഴിയിൽ പോയപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലോടും നമ്മളൊരു ഇഷ്ടക്കേട് കാണിക്കുവാണെങ്കിൽ, ഒരു കയ്പ് കാണിക്കുവാണെങ്കിൽ, സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവിനോടാണ് നമ്മൾ ആ കയ്പ് കാണിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആകുവാനാ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നത് ഈ സ്നേഹം നമ്മളുടെ അകത്ത് ഊറ്റി തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളുടെ അകത്ത് നിറഞ്ഞാൽ ആരെന്ത് പറഞ്ഞോ എടുത്തോ ചെയ്തോ അതിനൊന്നും ചെവിയും കൊടുക്കത്തില്ല, കണ്ണും കൊടുക്കത്തില്ല. സ്തോത്രം. യേശുവിനെ മുന്നിൽ നിർത്തി നമ്മൾ എന്തും ചെയ്തു കൊടുക്കും. ഇന്നൊന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, ഇന്ന് പ്രത്യേകമായി ഹൃദയത്തിനകത്ത് എവിടെങ്കിലും ആരെങ്കിലോടും വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ, ഒന്ന് ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഒന്ന് മറന്നു കളയാനുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, അങ്ങയോട് കർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ട് ഹല്ലേലൂയ എൻ്റെ ഈ കൂട്ടുകാരനെ, എൻ്റെ ഈ അയൽവക്കക്കാരനെ എനിക്ക് ക്ഷമിക്കുവാൻ, ഹല്ലേലൂയ വിട്ടുകൊടുക്കുവാൻ എനിക്ക് ഒന്ന് കൃപ തരണം. ഹല്ലേലൂയ. മറക്കല്ലേ, 2 കൽപ്പനകളാ.
two important commandments: love your God and love your neighbor. Hallelujah. ഇതിനകത്ത് ഈ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പ്രവാചകന്മാരുടെ സകല പ്രവചനങ്ങളും ദൈവത്തിന്റെ സകല 10 കൽപ്പനകളും എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സകല നന്മയാൽ നിറയ്ക്കട്ടെ. കർത്താവിനെ പോലെ വേറെ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്